ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഹൈഡ്രോളിക് ഓയിൽ ഫങ്ഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രോളിക് ഓയിൽ, ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ്സ്, മിനറൽ ഓയിൽ ബേസ്ഡ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ്സ്, ഫയർ റെസിസ്റ്റന്റ് ഫ്ലൂയിഡ്സ്, എൻവയറമെന്റൽ അക്സെപ്റ്റബിൾ ഹൈഡ്രോളിക് ഫ്ലൂയിഡ്സ്, controlling of contamination of oil and its control, types of contamination, chemical contaminant, water, air, heat, hydraulic filter, use of hydraulic filters, types of filters, mechanical filters, absorbent filters, adsorbent filters, magnetic filters, suction strainers, return line filter, pressure line filter, ഓഫ്-ലൈൻ ഫിൽറ്റർ എന്നിവയാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഹസാർഡ്സ് ആൻഡ് സേഫ്റ്റി പ്രിക്കോഷൻസ് ഇൻ ഹൈഡ്രോളിക് സിസ്റ്റം. സേഫ്റ്റി പ്രിക്കോഷൻസ്, റിലേറ്റഡ് ഹസാർഡ്സ്, health problems while using hydraulic fluids, fire dangers associated with the hydraulic fluids, environmental problems related to hydraulic fluids, fluid texture problems, injuries from loose hydraulic hoses, hydraulic pumps, classification of pumps, non-positive displacement pumps, positive displacement pumps, types of hydraulic pumps, external gear pump, important parameters of external gear pump applications, internal gear pump, important parameters of internal gear pump, lobe pump, vane pump, balance vane pump characteristics, vane pump applications, piston pump, axial piston pump, bent axis piston pump, radial piston pump, important parameters of piston pump എന്നിവയാണ്. ഇതിൽ ആദ്യമായിട്ട് സേഫ്റ്റി പ്രിക്കോഷൻസ്, ധാരാളം അപകട സാധ്യതകൾ, സ്കിൻ ഇറിറ്റേഷൻ, ഫയേഴ്സ്, എക്സ്പ്ലോഷൻസ്, എൻവയറമെന്റൽ ഡാമേജ്, ഒരു സ്ലിപ്പിംഗ് വർക്ക് പ്ലേസ് പോലെയുള്ളവ ഉൾപ്പെടുന്നു. പക്ഷേ ഹൈഡ്രോളിക് ഫ്ലൂയിഡുകൾ പലതരം മെഷീനുകൾ ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമാണ്. അതുകൊണ്ട് ഈ ഫ്ലൂയിഡുകൾ ഉപയോഗിക്കുമ്പോൾ ഒഴിവാക്കാനാവാത്ത സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ അപകട സാധ്യതകളെപ്പറ്റി ശരിയായ ധാരണയുണ്ടെങ്കിൽ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത് സുരക്ഷിതമാക്കാൻ കഴിയും. സ്കിൻ ഇറിറ്റേഷനുകൾ ഒഴിവാക്കുന്നതിനായി മലിനമായ ഓയിൽ വീണ സ്കിൻ വേഗത്തിൽ വാഷ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ വസ്ത്രങ്ങൾ ക്ലീനായി നിലനിർത്തേണ്ടതും അത്യാവശ്യമാണ്. ഹൈഡ്രോളിക് ഫ്ലൂയിഡുകൾ ഉപയോഗിക്കുമ്പോൾ മാസ്കുകളും ഗ്ലൗസുകളും ഉപയോഗിക്കുന്നത് സഹായകരമാണ്. ചുറ്റുപാടുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ബാക്ടീരിയയെ കൊണ്ട് വിഘടിപ്പിക്കാൻ കഴിയുന്ന ഹൈഡ്രോളിക് ഫ്ലൂയിഡുകൾ തിരഞ്ഞെടുക്കുന്നത് വളരെ ചിലവുള്ളതാണ്. തീപിടുത്തങ്ങൾ ഒഴിവാക്കുന്നതിന് മെറ്റീരിയലുകളും ഫ്ലൂയിഡുകളും ഹൈഡ്രോളിക് ഫ്ലൂയിഡുമായി കൂടിക്കലർന്നാൽ സീൽ ചെയ്ത് മെറ്റൽ കണ്ടെയ്നറുകളിൽ സ്റ്റോർ ചെയ്ത് ശരിയായ സ്ഥലങ്ങളിൽ ക്രമപ്പെടുത്തി വയ്ക്കുക. ലീക്കുകൾ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുന്നതിന് കാർഡ്ബോർഡ് ഉപയോഗിക്കുക. ഹൈഡ്രോളിക് ലീക്ക് കണ്ടെത്തുന്നതിന് വേണ്ടി ഒരിക്കലും കൈകളോ വിരലുകളോ ഉപയോഗിക്കരുത്. സ്ലിപ്പിംഗ് വഴിയുള്ള അപകടത്തിൽ നിന്ന് മുക്തമാകാൻ ഒരു ക്ലീൻ വർക്ക് ഏരിയ തയ്യാറാക്കുക. കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസ്, സ്പ്ലാഷ് ഗോഗിൾസ്, ഒരു കെമിക്കൽ റെസിസ്റ്റന്റ് ഏപ്രൺ എന്നിവ വളരെ കാലം അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള സ്കിൻ അല്ലെങ്കിൽ ഐ കോണ്ടാക്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക.
പൂർണ്ണ പരിശീലനം ലഭിക്കുന്നത് വരെ ഒരിക്കലും ഹൈഡ്രോളിക് സിസ്റ്റം വർക്ക് ചെയ്യാൻ തുടങ്ങരുത്. അടുത്തത് റിലേറ്റഡ് ഹസാർഡ്സ് ഓൺ ഹൈഡ്രോളിക് ഫ്ലൂയിഡ്സ്. ഹൈഡ്രോളിക് ഫ്ലൂയിഡുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ. ഹെൽത്ത് പ്രോബ്ലംസ് വൈൽ യൂസിങ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ്സ്. ഹൈഡ്രോളിക് ഫ്ലൂയിഡുകൾ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. ഹൈഡ്രോളിക് ഫ്ലൂയിഡുകളിൽ ഉള്ള കെമിക്കലുകളുമായി ബന്ധപ്പെടുന്ന ആളുകൾ ഈ കെമിക്കലുകളുമായുള്ള ബന്ധപ്പെടൽ മൂലം ശ്വാസതടസ്സം, വിഴുങ്ങൽ, സ്പർശിക്കൽ എന്നിവ ഉണ്ടാകാം. ഹൈഡ്രോളിക് ഫ്ലൂയിഡുകൾ കൈകാര്യം ചെയ്യുമ്പോൾ സ്കിൻ ഇറിറ്റേഷൻ അല്ലെങ്കിൽ കൈകളുടെ ദുർബലത എന്നിവ ആളുകൾക്ക് സഹിക്കേണ്ട സ്ഥിതികൾ ഉണ്ടാകുന്നു. കുടൽ സംബന്ധമായ ബ്ലീഡിംഗ്, ന്യൂമോണിയ അല്ലെങ്കിൽ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് കൊണ്ടുള്ള ശ്വാസതടസ്സം വലിയ അപകട സാധ്യതയായി റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഹൈഡ്രോളിക് ഫ്ലൂയിഡ് വിഴുങ്ങുന്നത് വഴി മരണം സംഭവിക്കുന്ന കേസുകളും ഉണ്ടാകും. ഫ്ലൂയിഡുകൾ ആകസ്മികമായി സ്കിന്നിൽ ഇൻജക്റ്റഡ് ആകാൻ പറ്റുന്നത് വിഴുങ്ങൽ പോലെ തന്നെയാണ്. ഇത് സംഭവിക്കുന്നത് ഹൈ പ്രഷർ ഹൈഡ്രോളിക് സിസ്റ്റം ഹോസ് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ടോക്സിക് ഫ്ലൂയിഡുകൾ ലീക്ക് ചെയ്യുകയും സ്കിന്നിലേക്ക് ഇൻജക്റ്റഡ് ആകുകയും ചെയ്യുന്നു. ഒരു ചെറിയ ലീക്ക് ഹൈഡ്രോളിക് പൈപ്പിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൈയിലേക്ക് തെറിച്ചു പോകുന്നു. 2000 PSI അത് എളുപ്പത്തിൽ ഒരു ഹൈഡ്രോളിക് ഫ്ലൂയിഡിന്റെ ഇഞ്ചക്ഷനായി ഭവിക്കുകയും അത് വ്രണമുണ്ടാക്കാൻ തുടങ്ങുന്നത് സംഭവിക്കാനിടയാക്കും എന്നുള്ള അവബോധം പോലും ഇല്ലാതാവുന്നു. അടുത്തത് ഫയർ ഡേഞ്ചറസ് അസോസിയേറ്റഡ് വിത്ത് ഹൈഡ്രോളിക് ഫ്ലൂയിഡ്സ്. ഹൈഡ്രോളിക് ഫ്ലൂയിഡുകളുമായി ബന്ധപ്പെട്ട തീ മൂലമുള്ള അപകടങ്ങൾ. ഹൈഡ്രോളിക് ഫ്ലൂയിഡ് കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ ഇത് ഹൈ ടെമ്പറേച്ചറിൽ ചൂടാകാനുള്ള സാധ്യത എപ്പോഴും ഉണ്ടാകുന്നു. മിക്കവാറും പെട്രോളിയം ബേസ്ഡ് ഹൈഡ്രോളിക് ഫ്ലൂയിഡുകൾ കത്തുകയും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന സ്ഫോടനവും തീപ്പൊള്ളലും സ്പഷ്ടമാണ്. അടുത്ത എൻവയറമെന്റൽ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഹൈഡ്രോളിക് ഫ്ലൂയിഡ്സ്. ഹൈഡ്രോളിക് ഫ്ലൂയിഡുകളുമായി ബന്ധപ്പെട്ട പരിസരത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഹൈഡ്രോളിക് ഫ്ലൂയിഡിന്റെ മറ്റൊരു അപകട സാധ്യത ഹൈഡ്രോളിക് ഹോസ് അല്ലെങ്കിൽ പൈപ്പ് ലീക്കാകുമ്പോൾ ഫ്ലൂയിഡുകളിലെ കെമിക്കലുകൾ സോയിലിന്റെ ടോപ്പിൽ സ്ഥിതി ചെയ്യുകയോ അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് താഴ്ന്നു പോകുന്നതോ ആണ്. ഒരു ജലാശയവുമായി ഈ കെമിക്കലുകൾ കൂടിക്കലരുകയാണെങ്കിൽ അത് അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോകുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ കെമിക്കലുകൾക്ക് 1 വർഷത്തിൽ കൂടുതൽ സ്ഥിതി ചെയ്യാൻ കഴിയുന്നു. ജലാശയ ജീവികൾക്ക് ഈ ടോക്സിക് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് അബ്സോർബ് ചെയ്യാൻ കഴിയുകയും ജീവികൾക്കോ അല്ലെങ്കിൽ ആഹാരശൃംഖലയിലെ ഉയർന്ന ഏതെങ്കിലും ജീവികൾ രോഗത്തിലേക്കോ അല്ലെങ്കിൽ മരണത്തിലേക്കോ നയിക്കപ്പെടുന്നു. ഉദാഹരണത്തിന് ജലത്തിൽ കലർന്ന ഹൈഡ്രോളിക് ഫ്ലൂയിഡ് മൂലം മലിനീകരിക്കപ്പെട്ട ഒരു മത്സ്യത്തെ തിന്നുന്ന പരുന്തിന് രോഗങ്ങൾ ഉണ്ടാകുന്നു. ഫ്ലൂയിഡ് ടെക്സ്ചർ പ്രോബ്ലംസ്. ഫ്ലൂയിഡിന്റെ ഘടനാപരമായ പ്രശ്നങ്ങൾ. ഹൈഡ്രോളിക് ഫ്ലൂയിഡുകൾക്ക് ദുർബലമായ ഘടന ആയിരുന്നാൽ ഒരു അപകടം ഉണ്ടാകും എന്ന് തോന്നത്തില്ല. അല്ലെങ്കിൽ ഒരു ചെറിയ തടിക്കഷ്ണത്തിന് ഒരാളെ സ്ലിപ്പ് ചെയ്യിക്കാനും വീഴ്ത്താനും കഴിയുന്നത് കാരണം ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു പ്രോബ്ലം ആകാം. ഒരാളുടെ കൈകളിൽ ഫ്ലൂയിഡ് പുരണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മെഷീനുമേൽ കയറുമ്പോൾ ഇത് അയാൾക്ക് തെന്നലുണ്ടാക്കാൻ കാരണമാകുന്നു. ഇത് ഓപ്പറേറ്ററിന്റെ ഗതി നിയന്ത്രണം നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നു. അടുത്തത് ഇഞ്ചുറീസ് ഫ്രം ലൂസ് ഹൈഡ്രോളിക് ഓസസ്. ഹൈഡ്രോളിക് ഓസുകളുടെ ലൂസ് മൂലം ഉണ്ടാകുന്ന പരിക്കുകൾ. ഒരു ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ ഉയർന്ന പ്രഷർ മൂലം വേർപെട്ടതും ഊരിത്തെറിക്കുന്നതുമായ ഒരു ഹൈഡ്രോളിക് ഹോസിന്റെ ഇമ്പാക്റ്റ് ഫോഴ്സ് അബ്രാഷനുകൾ, താൽക്കാലികമായ അനിയന്ത്രിതം ആഘാതം, പൊട്ടലുകൾ, കീറിപ്പോകലുകൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രോളിക് പമ്പ്സ്. മെക്കാനിക്കൽ ഫോഴ്സും മോഷനും ഹൈഡ്രോളിക് എനർജിയാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് ഹൈഡ്രോളിക് പമ്പ്. മെക്കാനിക്കൽ പവർ പമ്പിലേക്ക് കൊടുക്കുന്നതിന് പല വ്യത്യസ്ത സോഴ്സുകളുണ്ട്. അവ ഇലക്ട്രിക് മോട്ടോറുകൾ, എയർ മോട്ടോറുകൾ, എഞ്ചിനുകൾ, മാനുവൽ ഓപ്പറേഷൻ എന്നിവയാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് പമ്പ്സ്. പമ്പുകളെ ഒന്നുകിൽ നോൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുകൾ അല്ലെങ്കിൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുകൾ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു.
ഇത് പമ്പുകളുടെ അടിസ്ഥാനപരമായ വിഭജനം വിശദമാക്കുന്നു. നോൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്. നോൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുകൾ കണ്ടിന്യൂവസ് ഡിസ്ചാർജ് തരുന്നു. നോൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് സ്ലിപ്പേജിന് എതിരായിട്ട് ഒരു നല്ല സീൽ ഉണ്ടാക്കുന്നില്ല. സിസ്റ്റം പ്രഷർ ചേഞ്ച് ചെയ്യുന്നതിനാൽ പമ്പിന്റെ ഔട്ട്പുട്ടിന് വ്യത്യാസം വരാൻ കാരണമാകുന്നു. ഓരോ സൈക്കിളിലും ഡെലിവർ ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ വോളിയം സിസ്റ്റത്തിലെ ഫ്ലോയുടെ റെസിസ്റ്റൻസിനെ ആശ്രയിച്ചിരിക്കുന്നു. സെൻട്രിഫ്യൂഗൽ പമ്പുകൾ നോൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുകളാണ്. ചിത്രം 2 നോക്കുക. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്. ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് സ്ലിപ്പേജിനെതിരായിട്ട് പോസിറ്റീവ് ഇന്റേണൽ സീൽ ഉണ്ടാക്കുന്നു. ഇത്തരം പമ്പ് ഓപ്പറേഷന്റെ ഓരോ സൈക്കിളിലും ഒരു നിശ്ചിത വോളിയം ഫ്ലൂയിഡ് ഡെലിവറി നടത്താൻ പര്യാപ്തമാണ്. ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിന്റെ ഔട്ട്ലെറ്റ് ക്ലോസ് ആകുമ്പോൾ ഒരു തൽക്ഷണമുള്ള പ്രഷറിന്റെ ഇൻക്രീസിന് കാരണമാകുന്നു. ഗിയർ പമ്പ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിന് ഒരു ഉദാഹരണമാണ്. A centrifugal pump consists of a rotating impeller mounted on a shaft inside a stationary casing. An electric motor, or some other driver, is used to rotate the impeller at a high speed. As the impeller rotates, centrifugal force pushes liquid outward from the center, or eye, of the impeller. This increases the liquid velocity and creates a low-pressure zone at the eye of the impeller, which allows more liquid to flow into the pump through the suction inlet. Vanes on the impeller help direct the liquid to the outer edge of the impeller and into a gradually expanding channel called the volute, which collects the liquid and directs it to the discharge port. അടുത്തത് ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് പമ്പ്സ്. എക്സ്റ്റേണൽ ഗിയർ പമ്പ്. എക്സ്റ്റേണൽ ഗിയർ പമ്പ് ഏറ്റവും പൊതുവായ ടൈപ്പ് റോട്ടറി പമ്പാണ്. ഈ പമ്പിൽ പവർ സോഴ്സുമായി എൻഗേജ് ചെയ്തിരിക്കുന്നത് ഒരു ഡ്രൈവ് ഷാഫ്റ്റ് വഴി തിരിയുന്ന ഡ്രൈവ് ഗിയർ ആണ്. ഇൻലെറ്റ് പോർട്ട് സപ്ലൈ ലൈനുമായി കണക്ട് ചെയ്തിരിക്കുകയും ഔട്ട്ലെറ്റ് പ്രഷർ ലൈനുമായി കണക്ട് ചെയ്തിരിക്കുകയും ചെയ്യുന്നു. ചിത്രം 5 നോക്കുക. ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നതിനാൽ ഇൻലെറ്റിലെ ഏരിയയുടെ വോളിയം ഇൻക്രീസ് ചെയ്യുകയും അതിൻ്റെ ഫലമായി പ്രഷർ ഡിക്രീസ് ചെയ്യുകയും റിസർവോയറിലെ ലിക്വിഡിൻ്റെ സർഫസിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അനുഭവപ്പെടാൻ പര്യാപ്തമായ രീതിയിൽ ഉണ്ടായി ഇൻലെറ്റ് പോർട്ടിലേക്ക് ലിക്വിഡിനെ പുഷ് ചെയ്യുന്നു. ഗിയറുകൾ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായി ഗിയർ സ്പേസിൽ ലിക്വിഡ് അകപ്പെടാൻ കാരണമാകുകയും ഇൻലെറ്റിൽ നിന്ന് ലിക്വിഡിനെ വഹിച്ച് ഡിസ്ചാർജ് പോർട്ടിലേക്ക് തള്ളുന്നു. ഈ പ്രവർത്തനം സിസ്റ്റത്തിലേക്ക് തുടർച്ചയായ ലിക്വിഡ് ഫ്ലോ ഉണ്ടാക്കുന്നു. ഒരു ടൈറ്റർ സീൽ സ്ലിപ്പേജിനെതിരായിട്ട് ഒരു മെറ്റാലിക് കോണ്ടാക്ട് ടീത്തുകൾക്കിടയിൽ നിർവഹിക്കാൻ കഴിയുന്നത് സ്ലിപ്പേജിനെതിരായിട്ട് സീൽ ഉറപ്പുവരുത്തുന്നു. ചിത്രം 6 നോക്കുക. External gear pump uses two gears rotating against each other to provide fluid movement. One gear is driven by a motor connected to a shaft. This is called the drive gear because it is driven by a motor and it in turn meshes with and drives the movement of the second gear. As the gears rotate away from each other and come out of mesh, they create an expanding volume on the inlet side of the pump. This creates a vacuum at the inlet port, allowing fluid to flow into the pump. Then fluid flows into the cavities and is trapped by the gear teeth. As the gears rotate, a flow path is created around the outside of each one. Fluid trapped in the slots between teeth is carried around and discharged into the cavity with the outlet port. Meshing of the teeth in the center of the pump seals the outlet port from the inlet port. No fluid passes between the gears. The advantages of external gear pumps are their high speed and pressure,
relatively quiet operation, and that their design accommodates a wide variety of materials. Disadvantages include bushings in the liquid area can become worn and that they have fixed end clearances. അടുത്തത് ഇമ്പോർട്ടൻ്റ് പാരാമീറ്റേഴ്സ്. നീക്കം ചെയ്യുന്ന വ്യാപ്തം 0.2 മുതൽ 200 cm3 per revolution. 300 ബാർ വരെ പ്രഷറിന് വേണ്ടി അനുയോജ്യമാണ്. നിശ്ചിത അളവിൽ നീക്കം ചെയ്യുന്നത് മാത്രം. സാധാരണ ശബ്ദമുണ്ടാക്കുന്നതാണ്. ഒതുങ്ങിയതും ഭാരം കുറഞ്ഞതുമാണ്. ചിലവ് കുറവാണ്. ഗിയർ പമ്പ് ആപ്ലിക്കേഷൻസ്. ഗിയർ പമ്പ് സാധാരണയായി ഉപയോഗിക്കുന്നത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിലും ഓട്ടോമൊബൈൽ ആപ്ലിക്കേഷനിലും ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ്. ചില അവസരങ്ങളിൽ ഇത് ചില ഹൈഡ്രോളിക് പവർ ആപ്ലിക്കേഷന് ഉപയോഗിക്കുന്നു. അടുത്തത് ഇന്റേണൽ ഗിയർ പമ്പ്. ഇന്റേണൽ ഗിയർ പമ്പിന് 2 ഗിയറുകൾ ഉണ്ട്. സ്പർ ഗിയർ ഒരു വലിയ റിംഗ് ഗിയറിന്റെ അല്ലെങ്കിൽ ഔട്ടർ ഗിയറിന്റെ അകത്തായി ഉറപ്പിച്ചിരിക്കുന്നു. ചെറിയ സ്പർ ഗിയർ വലിയ ഗിയറിന്റെ ഒരു വശത്തായി മെഷ് ചെയ്തിരിക്കുകയും ഒരു ചന്ദ്രക്കല രൂപത്തിലുള്ള സെപ്പറേറ്റർ മറ്റേ വശത്ത് പ്രത്യേകമായി സ്ഥാപിച്ചിരിക്കുന്നു. ചന്ദ്രക്കല രൂപത്തിലുള്ള സെപ്പറേറ്റർ ഇൻലെറ്റ് പോർട്ടിനെ ഔട്ട്ലെറ്റ് പോർട്ടിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. ഇന്റേണൽ ഗിയർ പമ്പിൽ 2 ഗിയറുകളും ഒരേ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ചിത്രം 7 നോക്കുക. ഗിയർ ടീത്ത് അൺമെഷാകുന്നിടത്ത് ഇൻലെറ്റ് സൈഡിൽ ഒരു ഭാഗികമായ വാക്വം ക്രിയേറ്റ് ചെയ്യുന്നു. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്പേസിലേക്ക് ലിക്വിഡിനെ ഫോഴ്സ് ചെയ്യുകയും ഗിയറുകളുടെ റൊട്ടേഷൻ ലിക്വിഡിനെ ഗിയറുകളുടെ പരിധിയിൽ കൂടി വഹിച്ച് ചന്ദ്രക്കല രൂപത്തിലുള്ള സെപ്പറേറ്റർ ഔട്ട്ലെറ്റ് പോർട്ടിൽ എത്തുന്നതുവരെ കൊണ്ടുപോകുന്നു. ഒരു തുടർച്ചയായ ഫ്ലോ ഔട്ട്ലെറ്റ് പോർട്ടിൽ കൂടി പുറത്തേക്ക് വരുന്നു. The G-Series internal gear pump is designed with only 2 moving parts, making it ideal for precise and consistent transfer of demanding fluids for industrial applications. Internal gear pumps feature a simple yet effective method of operation. The rotor and idler gears unmesh at the suction port to create an atmospheric vacuum that draws fluid into the pump. The space between the rotor and the idler teeth transports the fluid to the discharge port. As the rotor turns, the fluid is forced through the crescent-shaped area of the wetted path, providing a consistent volume of fluid to the discharge port. The continuous spinning of the rotor and idler transfers the liquid through the pump, while the crescent fills the gap between the rotor and idler to maintain suction. The result is a pump that is reliable, durable, and capable of overcoming the most difficult fluid transfer needs in a wide range of industrial applications. G-Series pumps are also universally interchangeable with a number of competitive brands, making them a drop-in solution that doesn't require excessive downtime or repiping. Maintenance is also easy with a single adjustment end clearance and an enlarged bearing housing that provides easy drive end access to the shaft seal. Important parameters. Internal gear പമ്പുകൾ 3500 psi പ്രഷറിന് വരെ അനുയോജ്യമാണ്. ഒരു വിപുലമായ വിസ്കോസിറ്റി റേഞ്ച് ഫ്ലോ റേറ്റിനനുസരിച്ച് 2200 CST അതായത് സെന്റി സ്റ്റോക്ക് വരെ വർക്ക് ചെയ്യുന്നു. പൊതുവെ ക്വയറ്റ് ആണ്. ഇന്റേണൽ ഗിയർ പമ്പുകൾക്ക് ഒരു ഉയർന്ന എഫിഷ്യൻസി ലോ ഫ്ലൂയിഡ് വിസ്കോസിറ്റിയിൽ പോലും ഉണ്ട്. അടുത്തത് ലോബ് പമ്പ്. ലോബ് പമ്പ് ഒരു മൾട്ടിപ്പിൾ റോട്ടർ ടൈപ്പ് പമ്പും റോട്ടർ ഒരു ലോബ് ഷേപ്പിലുള്ള ഡിസൈൻ ഉപയോഗിക്കുന്നു. വ്യത്യസ്തമായ ഗിയറുകൾ ഒഴിവാക്കിയാൽ ഇതിന്റെ പ്രവർത്തനം എക്സ്റ്റേണൽ ഗിയർ പമ്പ് പോലെയാണ്. ഈ ലോബുകൾ പരസ്പരം നേരിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാക്കുന്നില്ല. ഇതിന്റെ ആപേക്ഷിക ചലനം
ഒരേ സമയത്ത് സംഭവിക്കുന്നത് ടൈമിംഗ് ഗിയർ വഴിയാണ്. അതുകൊണ്ട് ലോബുകൾക്കിടയിലെ ഇന്റേണൽ കോണ്ടാക്റ്റ് ഒരു സീലിംഗ് കോണ്ടാക്റ്റ് ആണ്, മറിച്ച് ഒരു ഡ്രൈവിംഗ് കോണ്ടാക്റ്റ് അല്ല. ചിത്രം 8 നോക്കുക. പമ്പിന്റെ ലോബുകളുടെ റൊട്ടേഷന്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് സക്ഷനും ഡിസ്ചാർജും പ്രാഥമികമായി നിർണ്ണയിക്കുന്നത്. നമുക്ക് പമ്പിന്റെ ഉൾഭാഗവും അതിന്റെ പ്രവർത്തനവും നിരീക്ഷിക്കാം. സക്ഷൻ സൈഡിൽ ലോബുകൾ മെഷിൽ നിന്ന് അകന്നു വരുമ്പോൾ ലിക്വിഡ് പമ്പിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ഈ ലിക്വിഡ് വീണ്ടും ലോബിനും പമ്പിന്റെ ഡിസ്ചാർജ് സൈഡിലെ കേസിങ്ങിനും ഇടയ്ക്കുള്ള സ്പേസിലേക്ക് വഹിച്ചുകൊണ്ടുപോകുന്നു. ഡിസ്ചാർജ് സൈഡിന് നേരെ ഈ ലോബുകൾ തിരിച്ചു വന്ന് മെഷാകുകയും ഡിസ്ചാർജ് പോർട്ടിൽ കൂടി ലിക്വിഡ് ഫോഴ്സായി പുറത്തേക്ക് പോകുന്നു. ലോബുകൾ നേരിട്ട് സമ്പർക്കത്തിൽ വരാത്തതിനാൽ സോളിഡ് പാർട്ടുകൾ അടങ്ങിയ ലിക്വിഡ് കൈകാര്യം ചെയ്യുന്നതിന് ലോബ് പമ്പുകൾ അനുയോജ്യമാണ്. ഇങ്ങനെയാണെങ്കിലും ഈ പ്രത്യേകത പ്രത്യേകിച്ചും ലോ വിസ്കോസിറ്റി ഫ്ലൂയിഡുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇതിന്റെ പ്രവർത്തന മികവ് കുറയുന്നു. പമ്പിന് ഒരു ക്ലീൻ ഇന്റേണൽ സർഫസിനോടുകൂടി കുറച്ച് വിടവുകൾ ഉള്ളതിനാൽ ആരോഗ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷനു വേണ്ടി ഈ പമ്പ് ഉപയോഗിക്കും. The SRU has heavy-duty shafts and taper roller bearings throughout. And combined with highly simplified construction and maintenance procedures, it reduces the need for maintenance and the risk of costly downtime. The SRU features the taper lock timing system. This system allows quick and easy synchronization of the rotors, highly simplifying the timing procedure and reducing maintenance cost. By simply tightening a few screws, the gear and shaft are securely locked together. Also, with the elimination of keyways, users can benefit from increased pump life. The SRU provides many seal solutions, which makes it suitable for a wide range of applications. The SRU offers the choice of single, single flush, and double mechanical seals, all of which are easily interchangeable. Seals are also available in R90 and High Clean versions, as well as other proprietary seal designs. In short, the SRU has the right seal for the job, resulting in long seal life and reduced maintenance. The SRU also features universal mounting, which gives you complete installation flexibility throughout the plant. Adding to its flexibility, the SRU features tri-lobe and bi-lobe rotors in 316L stainless steel. The tri-lobe is our standard option and provides gentle and efficient product handling, suitable for most applications. High-precision manufacturing combined with world-class quality control ensures that pump components are completely interchangeable without the need for complex rebuild procedures. This results in highly simplified maintenance and reduction of costly downtime. The bi-lobe rotor is the best solution for pumping liquids containing solids with minimal damage. For improved volumetric efficiency when transferring low viscosity liquids, the bi-lobe rotors are also available in non-galling alloy. This allows closer pump head clearance and reduced slip. Among the other options available are the integral relief valves, jackets and saddles, and a rectangular inlet.
The relief valve can be retrofitted to a previously installed pump and protects the pump from overpressurization. Saddles and jackets are used when heating or cooling of the pump head is required. The rectangular inlet enables extremely viscous products to be pumped. The SRU is perfectly suited for both cleaning and sterilization in place. It is certified to EHEDG 3A and complies with many stringent standards and directives, including CE, FDA and ATEX. The SRU is also available in a wide range of materials, surface finishes and with material traceability. Robust, flexible and easy to maintain, the SRU is a member of the rotary lobe pump family, which includes the OptiLobe and SX. The OptiLobe provides cost-effective reliability for general applications, while the SX is our premium product for ultra-sensitive and ultra-clean applications. അടുത്തത് വെയിൻ പമ്പ്. വെയിൻ പമ്പ് വളരെ സാധാരണമായ ഒരു പമ്പാണ്. വെയിൻ പമ്പിലെ റോട്ടറി സ്ലോട്ടുകൾ ഉണ്ട്. റോട്ടർ കറങ്ങുമ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വെയിനുകളെ പുറത്തേക്ക് തള്ളി കേസിംഗിൽ ടച്ചായി ഫ്ലൂയിഡിനെ തടഞ്ഞ് മുന്നോട്ട് തള്ളുന്നു. വെയിനുകളെ പുറത്തേക്ക് തള്ളുന്നതിന് സ്പ്രിങ്ങുകൾ ഉപയോഗിക്കുന്നു. വെയിനുകൾ ഡെലിവറി സൈഡിൽ എത്തിച്ചേരുമ്പോൾ തിരിച്ച് റോട്ടറിനുള്ളിലേക്ക് കേസിംഗിൽ തട്ടി കയറുന്നു. ഫ്ലൂയിഡ് കേസിംഗിലെ ഒരു ചാനൽ അല്ലെങ്കിൽ ഗ്രൂവിൽ കൂടി എസ്കേപ്പ് ചെയ്യുന്നു. വെയിൻ പമ്പിൽ ഔട്ട്ലെറ്റ് സൈഡിൽ ഹൈ പ്രഷർ ഏരിയ ലഭ്യമായതിനാൽ പരിഗണനീയമായ അൺബാലൻസ്ഡ് ഫോഴ്സ് ഡ്രൈവ് ഷാഫ്റ്റിൽ അനുഭവപ്പെടുന്നു. ചിത്രം 9 നോക്കുക. ചിത്രം 10ൽ കാണുന്നത് പോലെ ചേംബറിന്റെ സൈസ് എക്സ്പാൻഡ് ചെയ്യുന്ന ഭാഗത്താണ് പമ്പിന്റെ ഇൻലെറ്റ് പോർട്ടിന്റെ സ്ഥാനം. ഒരു പാർഷ്യൽ വാക്വം രൂപപ്പെടുന്നതുകൊണ്ട് പമ്പിനുള്ളിലേക്ക് ലിക്വിഡ് ഫ്ലോ അനുവദിക്കുന്നു. ലിക്വിഡ് വെയിനുകൾക്കിടയിൽ തടയപ്പെടുകയും പമ്പിന്റെ ഔട്ട്ലെറ്റ് സൈഡിലേക്ക് വഹിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്നു. ഔട്ട്ലെറ്റ് സൈഡിൽ ചേംബർ സൈസ് കോൺട്രാക്റ്റ് ആകുകയും അതിന്റെ ഫലമായി സിസ്റ്റത്തിന്റെ ഔട്ട്ലെറ്റ് പോർട്ടിൽ കൂടി ലിക്വിഡ് തള്ളിവിടുന്നു. For over 60 years, Viking Pump has been manufacturing sliding vane pumps to complement their line of rotary positive displacement pumps. The vane pump moves fluid using the rotary motion of multiple sliding vanes. Vane pumps consist of a slotted rotor rotating in a cam-shaped housing. This rotor is located close to the wall of the cam so that a crescent-shaped cavity is formed on the opposite wall. Each rotor slot contains a sliding vane. As the rotor rotates, centrifugal force, hydraulic pressure, and push rods work together to extend each vane to the casing wall. This creates an expanding cavity on the inlet side, creating a vacuum which pulls liquid into the pump. Liquid is trapped between the vanes and the casing wall. The rotor rotation moves the liquid cavities around to the outlet side of the pump. At the outlet side, the vanes are forced back into their slots, decreasing the cavity size and forcing the liquid through the outlet port. Because the vanes run in contact with the casing wall, vane pumps are commonly used in thin liquid applications. അടുത്തത് ബാലൻസ് വെയിൻ പമ്പ്. ഈ ഡിസൈൻ്റെ ഫലമായിട്ട് ഓരോ റെവല്യൂഷനിലും 2 പ്രഷർ സൈക്കിളുകൾ ഉണ്ട്. 2 ഔട്ട്ലെറ്റ് പോർട്ടുകൾ 180 ഡിഗ്രി അകലത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതുകൊണ്ട് റോട്ടറിൽ അനുഭവപ്പെടുന്ന പ്രഷർ ഫോഴ്സ് ബാലൻസ്ഡ് ആവുന്നു. ഈ പമ്പുകൾക്ക് ഉയർന്ന റൊട്ടേഷണൽ സ്പീഡുകളിൽ വളരെ കൂടിയ പ്രഷറുകൾ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നു. ചിത്രം 11 നോക്കുക. Balanced vane pump has an elliptical cam ring with 2 inlet and 2 outlet ports. Inlet and exit ports are distributed symmetrically on the pump body.
pressure exerted by pressurized oil creates equal but opposite forces in the rotor. Balanced force load on rotor leads to the zero net force on the shaft and bearings. Zero net force on shaft and bearing increase pump lifespan substantially. As a result, balanced vane pumps create less vibration and noise when the pump is running. One disadvantage of the balanced vane pump is that, these pumps are difficult to design as variable displacement pump because of its symmetrical construction. അടുത്തത് വെയിൻ പമ്പ് ക്യാരക്ടറൈറ്റിക്സ്. വെയിൻ പമ്പിന്റെ സ്വഭാവ സവിശേഷതകൾ. ഹയർ ഫ്ലോ ആപ്ലിക്കേഷനു വേണ്ടി ഉപയോഗിക്കാൻ അനുയോജ്യമാണ്. 160 ബാർ വരെ പ്രഷറുകളിൽ അനുയോജ്യമാണ്. ലഘുവായ മൾട്ടിപ്പിൾ അസംബ്ലികളാണ്. പമ്പിന്റെ റേഞ്ച് നിയന്ത്രിക്കുന്നു. താഴ്ന്ന ശബ്ദം. വെയിൻ പമ്പ് ആപ്ലിക്കേഷൻ. വെയിൻ പമ്പ് ഉയർന്ന ഡിസ്ചാർജിനും താഴ്ന്ന പ്രഷർ ആപ്ലിക്കേഷനും വേണ്ടി ഉപയോഗിക്കുന്നു. ഇൻഡസ്ട്രിയിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. കൂടാതെ മീഡിയം മെഷീൻ ടൂളുകൾക്കും പ്രസ്സുകൾക്കും ഉപയോഗിക്കുന്നു. അടുത്തത് പിസ്റ്റൺ പമ്പ്. ഹൈ പ്രഷർ ആപ്ലിക്കേഷനു വേണ്ടി സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പമ്പാണ് പിസ്റ്റൺ പമ്പ്. 3 തരം പമ്പ് ഈ വിഭാഗത്തിൽ വരുന്നു. ആക്സിയൽ പിസ്റ്റൺ പമ്പ്, ബെൻഡ് ആക്സിസ് പിസ്റ്റൺ പമ്പ്, റേഡിയൽ പിസ്റ്റൺ പമ്പ് എന്നിവയാണ്. ആക്സിയൽ പിസ്റ്റൺ പമ്പ്. ആക്സിയൽ പിസ്റ്റൺ പമ്പിൽ ബ്ലോക്കും പിസ്റ്റണും ഒരു ഷാഫ്റ്റിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനാൽ പിസ്റ്റണുകൾ അവയുടെ സിലിണ്ടർ ബോറുകളിൽ ആക്സിയൽ ആയിട്ട് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു. ഈ മോഷനെ ആക്സിയൽ മോഷൻ എന്ന് വിളിക്കുന്നു. പമ്പിംഗ് ആക്ഷൻ സാധ്യമാകുന്നത് ഒരു യൂണിവേഴ്സൽ ജോയിന്റ് വഴിയോ അല്ലെങ്കിൽ ഒരു ലിങ്കും സ്വാഷ് പ്ലേറ്റും വഴിയാണ്. ചിത്രം 12 നോക്കുക. പമ്പിന്റെ പ്രധാന ഭാഗങ്ങൾ ഡ്രൈവ് ഷാഫ്റ്റ്, പിസ്റ്റണുകൾ, സിലിണ്ടർ ബ്ലോക്ക്, സ്വാഷ് പ്ലേറ്റ് എന്നിവയാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലിക്വിഡിനെ ഒരു പോർട്ടിലേക്ക് ഫോഴ്സ് ചെയ്യുകയും പിസ്റ്റണുകളുടെ റെസിപ്രോക്കേറ്റിംഗ് ആക്ഷൻ വഴി മറ്റേ പോർട്ടിൽ കൂടി പുറത്തേക്ക് ഫോഴ്സ് ചെയ്യുന്നു. സിലിണ്ടർ ഹൗസിംഗിന്റെ ടോപ്പിൽ ഒരു ഫിൽ പോർട്ട് സ്ഥാപിച്ചിരിക്കുന്നു. ഓപ്പണിംഗ് സാധാരണ പ്ലഗ്ഡ് ആണ്, പക്ഷേ ഇത് ഹൗസിംഗ് അല്ലെങ്കിൽ കേസിലെ ടെസ്റ്റിംഗ് പ്രഷറിന് വേണ്ടി ഓപ്പൺ ചെയ്യാൻ കഴിയുന്നു. ഒരു പുതിയ അല്ലെങ്കിൽ റിപ്പയർ ചെയ്ത പമ്പ് സ്ഥാപിക്കുമ്പോൾ ഈ പ്ലഗ് റിമൂവ് ചെയ്യുകയും ഹൗസിംഗിൽ അനുയോജ്യമായ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നു. ചിത്രം 13 നോക്കുക. ഡ്രൈവ് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്താൽ അത് സിലിണ്ടർ ബ്ലോക്കിനെയും പിസ്റ്റണുകളെയും റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. പമ്പ് പ്ലേറ്റിലെ സ്വാഷ് പ്ലേറ്റിന്റെ ഓഫ്സെറ്റ് പൊസിഷൻ സിലിണ്ടർ ബ്ലോക്കിലെ പിസ്റ്റണുകളെ മുമ്പോട്ടും പിറകോട്ടും മൂവ് ചെയ്യിക്കുന്നതിന് കാരണമാകുന്നു. പിസ്റ്റണുകൾ സിലിണ്ടർ ബ്ലോക്കിൽ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതിനാൽ ഒരു പോർട്ടിൽ കൂടി ഫ്ലൂയിഡ് പ്രവേശിക്കുകയും മറ്റേ പോർട്ടിൽ കൂടി ഫോഴ്സ്ഡ് ആയി പുറത്തേക്ക് പോകുന്നു. ഈ പ്രവർത്തനം ഒരു ക്രമമായതും സ്പന്ദനരഹിതവുമായ ലിക്വിഡിന്റെ ഫ്ലോ ഉണ്ടാക്കുന്നു. പമ്പിംഗ് ആക്ഷൻ സ്വാഷ് പ്ലേറ്റിന്റെ ചരിഞ്ഞ ആംഗിളിനെ ആശ്രയിച്ചിരിക്കുന്നു.
അടുത്തത് ബെൻഡ് ആക്സിസ് പിസ്റ്റൺ പമ്പ്. സ്വാഷ് പ്ലേറ്റ് പമ്പ് പോലെ ഈ പമ്പും ആക്സിയൽ പിസ്റ്റൺ ടൈപ്പാണ്. പല പിസ്റ്റണുകൾ പരസ്പരം പാരലലായിട്ടുള്ളത് ഒരു പിസ്റ്റൺ ബ്ലോക്കിൽ ആക്സിയലായിട്ട് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണെങ്കിലും സ്വാഷ് പ്ലേറ്റ് പമ്പിന് വിപരീതമായി ഡ്രൈവ് ഷാഫ്റ്റ് പിസ്റ്റൺ ബ്ലോക്കിൽ ചരിഞ്ഞ ഒരു ആംഗിളിലായതിനാൽ ബെൻഡ് ആക്സിസ് എന്ന് പറയുന്നു. ചിത്രം 14 നോക്കുക. പിസ്റ്റൺ ബ്ലോക്കിൽ പല പിസ്റ്റണുകൾ ഹൗസിങ്ങിൽ സ്ലോട്ടുകൾക്കുള്ളിൽ ഉണ്ട്. കൂടാതെ അത് ഡ്രൈവ് ഷാഫ്റ്റ് ഫ്ലാഞ്ചിൽ കണക്ട് ചെയ്തിരിക്കുകയുമാണ്. ഒരു യൂണിവേഴ്സൽ ലിങ്ക് കീ പിസ്റ്റൺ ബ്ലോക്കും ഡ്രൈവ് ഷാഫ്റ്റുമായി അലൈൻമെന്റ് മെയിൻറ്റെയിൻ ചെയ്ത് അവ ഒരുമിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഡ്രൈവ് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിനാൽ അത് പിസ്റ്റണുകളിലേക്കും പിസ്റ്റൺ ബ്ലോക്കിലേക്കും ഡ്രൈവ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. സക്ഷൻ സൈഡിൽ പിസ്റ്റൺ ബ്ലോക്കും ഡ്രൈവ് ഷാഫ്റ്റ് ഫ്ലാഞ്ചിനും ഇടയിൽ റൊട്ടേഷന്റെ ഡയറക്ഷന് നേരെ ഡിസ്റ്റൻസ് ഇൻക്രീസ് ആകുകയും പിസ്റ്റൺ പുറത്തേക്ക് പുള്ള് ചെയ്യുകയും അതിന്റെ ഫലമായി സക്ഷൻ നടക്കുന്നു. അടുത്ത ഘട്ടത്തിൽ പിസ്റ്റൺ അകത്തേക്ക് ഡിസ്ചാർജ് പോർട്ടിന് നേരെ പുഷ് ആകുകയും അതിന്റെ ഫലമായി ഡിസ്ചാർജ് ആകുന്നു. ഡ്രൈവ് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിനാൽ പിസ്റ്റണുകളുടെ ഈ റെസിപ്രോക്കേറ്റിംഗിന്റെ ഫലമായി ലിക്വിഡിന്റെ പമ്പിംഗ് നടക്കുന്നു. An axial piston pump is a pump that has a number of pistons in a circular array within a cylinder block. There are two designs are most relevant, the swash plate configuration and the bent axis configuration. In both cases, the angle the swash plate or the bent axis mechanism determines the effective stroke of the piston. Bent axis pumps design. In a bent axis piston pump, the cylinder block turns with the shaft but at an offset angle. The piston rods are attached to the drive shaft flange by ball joints. Most bent axis piston pumps consist of a few basic components: port plate, spherical siding surface, drive flange, drive shaft, shaft seal, flange, retaining rings, housing, bearing, piston, axis, cylinder block. The bent axis mechanism is a pumping machine, the displacement pistons of which are arranged at an angle to the drive shaft axis. As the drive shaft rotates, the cylinder block is caused to rotate by the pistons. The pistons move up and down within the cylinder block bores. The length of stroke is dependent on the angle of the bent axis. Fluid is fed to the low pressure, then, as the pistons moves, delivered into the high pressure port. Swash plate piston pump design. Most swash plate piston pumps consist of a few basic components. Flange, shaft seal, bearing, swash plate, drive shaft, piston, cylinder block, housing, port plate. The swash plate mechanism is a displacement mechanism, the displacement pistons of which are arranged axial to the drive shaft. The reaction force of the pistons is carried by the swash plate. As the drive shaft rotates, the cylinder block is driven by means of spline. The pistons move up and down within the cylinder block bores. This movement is dependent on the angle to the swash plate. Fluid is fed to the pump via the low pressure side, then as the pistons moves, delivered into high pressure line. അടുത്ത റേഡിയൽ പിസ്റ്റൺ പമ്പ്. ചിത്രം 15 ഒരു റേഡിയൽ പിസ്റ്റൺ പമ്പിന്റെ ഒരു യഥാർത്ഥ ചിത്രം വിശദമാക്കുന്നു. ഈ പമ്പിന് കുറെ പിസ്റ്റണുകൾ യൂണിഫോം ആയി സ്പേസ് ചെയ്ത ഒരു സിലിണ്ടർ ബ്ലോക്ക് അല്ലെങ്കിൽ പിസ്റ്റൺ ബ്ലോക്കിൽ റേഡിയലായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. പിസ്റ്റണുകൾ സിലിണ്ടർ ബ്ലോക്ക് ആക്സിസിൽ റേഡിയൽ ഡയറക്ഷനിൽ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതിനാൽ
റേഡിയൽ പിസ്റ്റൺ പമ്പ് എന്ന് പറയുന്നു. ഒരു ക്രോസ് ഡിസ്ക് കപ്ലിംഗ് വഴി ഡ്രൈവ് ഷാഫ്റ്റ്, ഡ്രൈവ് ടോർക്ക് പിസ്റ്റൺ ബ്ലോക്കിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. കുഴലുകൾ മാർഗം ഇൻലെറ്റും ഔട്ട്ലെറ്റും പമ്പിന് പിന്നിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്പിൻഡിലിന് ചുറ്റും പിസ്റ്റൺ ബ്ലോക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. സ്ലിപ്പർ പാഡുകളിൽ കൂടിയുള്ള ഒരു സ്റ്റോക്ക് റിങ്ങിന് എതിരായിട്ട് കുറെ പിസ്റ്റണുകൾ റേഡിയലായിട്ട് പിസ്റ്റൺ ബ്ലോക്കിനകത്തെ സ്ലോട്ടുകളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. പിസ്റ്റണുകൾ സ്ലിപ്പർ പാഡുകളിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് വഴിയാണ്. സ്ലിപ്പർ പാഡുകൾ രണ്ട് ഓവർലാപ്പിംഗ് റിങ്ങുകൾ വഴി സ്റ്റോക്ക് റിങ്ങിൽ ഗൈഡ് ചെയ്യുന്നു. സ്റ്റോക്ക് റിങ് പിസ്റ്റൺ ബ്ലോക്കിനെ അപേക്ഷിച്ച് എസെൻട്രിക്കൽ ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. പിസ്റ്റൺ ബ്ലോക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പിസ്റ്റണുകൾ സ്റ്റോക്ക് റിങ്ങിന് എതിരായിട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറും വഴി ഫോഴ്സ്ഡ് ആകുന്നു. ചില അവസരങ്ങളിൽ സ്പ്രിങ്ങുകളും ഈ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. സ്റ്റോക്ക് റിങ് പിസ്റ്റൺ ബ്ലോക്കിന് എസെൻട്രിക് ആയതിനാൽ റൊട്ടേഷന്റെ ഒരു പകുതിയിൽ പിസ്റ്റൺ ബ്ലോക്കിൽ നിന്ന് അകന്നു മൂവ് ചെയ്യും. അങ്ങനെ പിസ്റ്റൺ ബ്ലോക്കിലെ സ്ലോട്ടിനകത്തെ പിൻഡിലെ ഇൻലെറ്റ് പോർട്ടിൽ കൂടി ലിക്വിഡ് വലിച്ചെടുക്കുന്നു. റൊട്ടേഷന്റെ മറ്റേ പകുതിയിൽ പിസ്റ്റൺ ബ്ലോക്കിൽ മൂവ് ചെയ്യുന്ന പിസ്റ്റൺ സ്ലോട്ടിൽ കടന്നുകൂടിയ ലിക്വിഡ് ഫോഴ്സ്ഡ് ആയിട്ട് സ്പിൻഡിലിലെ ഔട്ട്ലെറ്റ് പോർട്ടുകളിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നു. എസെൻട്രിസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സ്ട്രോക്ക് ലെങ്തും ഇൻക്രീസ് ആകുന്നു. In a radial piston pump, the pistons extend in a radial direction symmetrically around the drive shaft. The stroke of each piston is caused by an eccentric drive shaft or an external eccentric tappet. If the workspace is filled from inside, for example, over a hollow shaft, it is called an inside impinged radial piston pump. If the workspace is filled from outside, it's called an outside impinged radial piston pump. Inside the impinged radial piston pump design. The main elements of an inside impinged radial piston pump are base, piston, rotor, shaft, cap. The cylinders are positioned radially around the axis of rotation. The piston starts in the inner dead center with suction process. As the shaft rotates, the displacement chamber becomes larger and fluid flows into displacement chamber. After a rotation angle of 180 degrees, the piston is now in the outer dead center. From this point on, the piston displaces the fluid in the pressure channel of the pump. Outside impinged radial piston pump design. The main elements of an outside impinged radial piston pump are housing, piston, pivot, pressure valve, drive shaft, spring, suction valve, cylinder sleeve. The outside impinged radial piston pump with eccentric shaft operates as follows. The drive shaft is eccentric to the pistons. The piston positioned with the slipper pad on the excenter. The spring causes the slipper pad to always lie on the eccentric, when the eccentric shaft rotates, and the cylinder sleeve to be supported by the pivot. When the piston is at the upper idle point, the suction valve and pressure valve are closed. As the shaft rotates, the piston moves in the direction of the center axis of the excenter. The displacement chamber becomes larger and the suction valve opens due to the negative pressure produced. Fluid flows into displacement chamber. When the piston is at the lower idle point, the suction valve and pressure valve are closed. As the excenter rotates, the piston is moved in the direction of the pivot. Fluid is compressed in the chamber. Due to the pressure produced, the pressure control valve in the pivot opens. Fluid flows into the high pressure line.
പിസ്റ്റൺ പമ്പുകളുടെ പ്രധാന പരിമിതികൾ. പിസ്റ്റൺ പമ്പുകൾ സാധാരണയായി ഹൈ പ്രഷറും ലോ ഡിസ്ചാർജ് ആപ്ലിക്കേഷനും വേണ്ടി ഉപയോഗിക്കുന്നു. നീക്കം ചെയ്യുന്ന ലിക്വിഡ് 750 cm3 പെർ റെവല്യൂഷൻ. പ്രഷർ നിരക്കുകൾ 350 മുതൽ 400 ബാർ. ഉയർന്ന ശബ്ദ ലെവൽ. ദുർബലമായ ഇൻലെറ്റ് കണ്ടീഷനിലും മലിനീകരണത്തിലും സെൻസിറ്റീവ് ആവുന്നു. പൊതുവെ ഉയർന്ന കാര്യക്ഷമത. ദീർഘകാലത്തെ പ്രവർത്തനം പ്രതീക്ഷിക്കാം. വലിയതും തള്ളി നിൽക്കുന്നതുമായ യൂണിറ്റ്. ഉയർന്ന വില. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി ടെക്സ്റ്റ് പുസ്തകത്തിൻ്റെ സഹായത്തോടു കൂടി പഠിക്കുക. താങ്ക് യു.